السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وأشهد أن محمد رسول الله صلى الله عليه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരു മജ്ലിസ് പരിപാടിയെല്ലാം അല്ലാഹു കബൂലാക്കി സ്വീകരിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നാമുമായി ബന്ധപ്പെട്ട കുടുംബസമേതം ബന്ധസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നാജും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇലാഹി ദർശനം വിശ്വാസിയുടെ ലക്ഷ്യമെന്ന ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാം അറിയാം, അല്ലാഹ് എന്നുള്ള ഒരു ജലാലത്തിന്റെ ഇസ്മ, അള്ളാഹുവിനെ കുറിച്ച് അവനെക്കുറിച്ച് എന്ത് പറയാണെങ്കിലും ഒരുപാട് പറയാനുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങളും അവനിൽ നിന്നല്ല വരുന്നത്. നമ്മുടെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ചിന്തിക്കാതെ നമ്മൾക്ക് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, ഓ നബിയേ, എനിക്ക് മരിക്കാൻ പേടിയാണ് റസൂലേ. ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് മരിക്കാൻ പേടിയുണ്ടാവുക? ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സാധിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് കാരുണ്യത്തിന്റെ കടലായ ഹബീബായ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സംഭവം നമ്മൾക്ക് സുപരിചിതമല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഘട്ടത്തിലാണ്, അഥവാ മഹാനവറുകളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ വഫാത്താകുന്നുണ്ട്. അതുപോലെ തന്നെ ഖദീജയും അവിടുത്തെ ഭാര്യ വഫാത്തായി. അങ്ങനെ മഹാനവറുകൾ ആ ടെൻഷനും ശത്രുക്കളിൽ അടുത്തു നിന്നുള്ള ടെൻഷനും എല്ലാം കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്രാ മിഅ്റാജിന്റെ യാത്ര സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ബുറാഖിൽ കൊണ്ടുപോയ ചരിത്രം നമ്മൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ ജീവിതകാലത്തുണ്ടാകേണ്ട വലിയൊരു മുറാദാണല്ലോ അള്ളാഹുവിന്റെ ലിഖാഹ് കാണുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാണാൻ സാധിച്ച ഒരു വ്യക്തി നമ്മുടെ അഷ്റഫായ തങ്ങളല്ലേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ യാത്രയിൽ ദഅനി തഖദ്ദം ചൊല്ലി ജിബ്രീൽ പോകുന്നു, ഹിജാബൊക്കെ നീക്കിയെന്ന് ഹബീബ് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വരിയിൽ പറയുന്നത് എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സിദ്റത്തുൽ മുൻതഹ എത്തിയപ്പോൾ ഹബീബായ തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇവിടം മുതലങ്ങ് എനിക്ക് വരാൻ സാധിക്കില്ല. ഇവിടം മുതൽ തങ്ങൾ ഒറ്റക്ക് പോകണം.
ഇവിടം മുതൽ ഞാൻ അങ്ങ് വന്നാൽ ഒരുപക്ഷെ ഞാൻ ഒന്നുമല്ലാതെ ആയിത്തീരും, കരിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട് തങ്ങളെ. അതുകൊണ്ട് തങ്ങൾ ഒറ്റക്ക് ഇവിടം മുതൽ അങ്ങ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, ജിബ്രീൽ അലൈഹിസ്സലാം പോലും പോകാത്ത സ്ഥലത്തേക്ക് നമ്മുടെ നേതാവായ തങ്ങൾ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എത്രയാണ്! നമ്മുടെ എല്ലാമായ തങ്ങൾക്ക് എന്ത് വലിയ ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലെത്തി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെ സലാമുകളൊക്കെ അർപ്പിച്ച് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിസ്കാരം 50 വക്തായിട്ടാണല്ലോ ആദ്യം കിട്ടിയത്. അങ്ങനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ഗിഫ്റ്റും മേടിച്ച് തിരിച്ചു പോകുന്ന വഴിയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞേക്കുന്നുണ്ട്, അത് ചുരുക്കണം തങ്ങളെ. അങ്ങനെ ഒരുപാട് തവണ തങ്ങൾ അങ്ങ് പോയി. അങ്ങനെ ലാസ്റ്റ് 5 വക്തായി, 5 വക്ത് നിസ്കാരമായിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം നാം ചിന്തിക്കും, എന്തിനാണ് തങ്ങൾ എങ്ങനെ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുന്നത്? അപ്പോൾ മഹത്തുക്കൾ പറയുന്നതായി കാണാം, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. അള്ളാഹുവിനെ കണ്ടവരെ കാണാ എന്നുള്ളൊരു ഭാഗ്യം. അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടിട്ടാണല്ലോ വരുന്നത്. അത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയല്ലേ. അതിന് വേണ്ടിയായിരുന്നു അത്ര അന്ന് അവർ തിരിച്ചയച്ചതെന്നൊക്കെ പറയാം, മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു ചരിത്രത്തിൽ കാണാം, 1500 വർഷക്കാലം ജീവിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലെത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ടത്രേ, അള്ളാഹുവിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, 1500 കൊല്ലം ഞാൻ ജീവിച്ചു, ആ 1500 കൊല്ലവും ഞാൻ ഇബാദത്തിൽ മുഴുകി, അള്ളാഹുവിൽ മാത്രം ജീവിച്ച് 1500 കൊല്ലം. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ, ഈ 1500 കൊല്ലത്തിന്റെ ഇബാദത്തിന്റെ പേരിൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണ്ട എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ അമല് കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തിൽ കടന്നാൽ മതി എന്നുള്ളൊരു വാശിയിൽ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മാലാഖമാരോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നോക്കാം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ തന്ന നിയമത്തിൽ നിന്നും കാണാൻ ചെറുതായ ഒരു വലിയ നിയമത്തായ ഒരു കണ്ണിനെ എടുത്തു വെക്കുകയാണ്. ആ കണ്ണുമായി ഇദ്ദേഹത്തിന്റെ 500 കൊല്ലത്തെ ഇതൊന്ന് കൂട്ടി നോക്കിയപ്പോൾ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ 500 കൊല്ലത്തെ നിസ്കാരവും ഇബാദത്തുകളും ഒന്നും ഒരു പൊടിക്ക് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ നിയമത്തിന് അടുത്തു വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, 1500 കൊല്ലം എന്ന് പറഞ്ഞാൽ 2-3 പേർക്ക് ഈ ദുനിയാവിൽ ജീവിച്ചു പോകാനുള്ള കാലമുണ്ട്. നമ്മളൊക്കെ 50ഉം 60ആണ് നമ്മളെ കണക്ക്. എങ്കിലും 1500 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ ആ ഇബാദത്തുകൾ വച്ചപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യമില്ലാതെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വന്ന് അപ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട്, നാം എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? നമ്മുടെ ഈ കുറഞ്ഞ കാലം കൊണ്ട് നാം എന്താണ് ചെയ്തെടുത്തിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ നമുക്കെന്താണുള്ളത് എന്ന് നാം ചിന്തിക്കണം. അതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ മനസ്സിലാക്കി ഹബീബായ തങ്ങളെ സ്നേഹിച്ച് നല്ല നിലയ്ക്ക് ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന് അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.